ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ക്ലാസ് 5ന്റെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1ൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യണം. അതാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. It was a Christmas. Jim wanted to buy a Christmas present for Della. His wife Della also wanted to give Jim a Christmas gift. Della planned to buy a chain for Jim's gold watch. Della had long, beautiful golden hair, so Jim decided to buy a set of beautiful combs for Della. But they did not have enough money, so Jim sold his gold watch to buy combs for Della. But Della sold her long, beautiful hair to buy a chain for Jim's gold watch. Both Jim and Della made sacrifice for their love. ഇറ്റ് വാസ് എ ക്രിസ്മസ്. ഒരു ക്രിസ്മസ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ രണ്ട് ക്യാരക്ടേഴ്സിന്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജിമ്മും ഡെല്ലയും. അപ്പൊ ജിമ്മ് തന്റെ ഭാര്യയ്ക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഡെല്ലയ്ക്കും ഇതുപോലെ തന്നെ തന്റെ ഹസ്ബൻഡിന് ജിമ്മിനും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഡെല്ല എന്താ തീരുമാനിച്ചത്? ജിമ്മിന്റെ ഗോൾഡ് വാച്ചിന് ഒരു ചെയിൻ വാങ്ങി കൊടുക്കാം എന്നാണ് തീരുമാനിച്ചത്. സോ ജിം ഡിസൈഡഡ് ടു ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അപ്പൊ ഡെല്ലയ്ക്കാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഹെയർ ആണ് ഉള്ളത്. അപ്പൊ ജിം എന്താ വിചാരിച്ചത്? ഡെല്ലയ്ക്ക് ഈ ഗോൾഡൻ ഹെയർ ചെയ്യാനായിട്ട് ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു എന്ത് വാങ്ങണം? കോമ്പ് വാങ്ങി കൊടുക്കാമെന്നാണ് ജിം തീരുമാനിച്ചത്. But they did not have enough money, so Jim sold his gold watch to buy combs for Della. അപ്പൊ എന്താ, പക്ഷെ രണ്ടാളുടെയും കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ജിം എന്താ ചെയ്തത്? ഡെല്ലയ്ക്ക് ചീപ്പ് വാങ്ങാനായിട്ട് ജിം അദ്ദേഹത്തിന്റെ ഗോൾഡ് വാച്ച് വിൽക്കുകയും ഡെല്ല എന്താ ചെയ്തത് നോക്കാം. ഡെല്ല സോൾഡ് ഹെയർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ഡെല്ല അവളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഹെയർ വിറ്റിട്ട് ജിമ്മിന് എന്ത് വാങ്ങിച്ചു? വാച്ചും വാങ്ങിച്ചു. ബോത്ത് ജിം ആൻഡ് ഡെല്ല മെയ്ഡ് സാക്രിഫൈസ് ഫോർ ദെയർ ലവ്. അപ്പൊ അവരിവിടെ അവരുടെ സ്നേഹം എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിം. എന്താണ്? ഡെല്ല വാണ്ടഡ് ടു, എന്തായിരുന്നു ഡെല്ല വാങ്ങിയത്? ചെയിൻ വാങ്ങാനായിരുന്നല്ലോ. അപ്പൊ ഡെല്ല വാണ്ടഡ് ടു ബൈ എ ചെയിൻ ഫോർ ജിം ആണ്. അടുത്ത ഏതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ? എന്തുകൊണ്ടാണ് ഡെല്ല എന്തിനാണ് ഡെല്ല അവളുടെ മുടി വിറ്റത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഓപ്ഷൻസ്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്, ഷീ ഹാഡ് നോ കോം, ഷീ ഡിഡ് നോട്ട് ലൈക്ക് ലോങ് ഹെയർ, ജിം ആസ്ക്ഡ് ഹെർ ടു കട്ട് ദ ഹെയർ. അപ്പൊ എന്റെ ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. എന്താണ്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ ബി എന്താണ്? ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്, എന്താണ്? ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ് ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെയിൻ തീം എന്താണ്? എന്തായിരുന്നു? ഫാമിലി, ലവ് ആൻഡ് സാക്രിഫൈസ്, ഗിഫ്റ്റ്, ക്രിസ്മസ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ലവ് ആൻഡ് സാക്രിഫൈസ് ആണ് വരുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗീവ് അപ്പ് സംതിങ് വാല്യുബിൾ. എന്താണ്? വാല്യുബിൾ, വിലമതിക്കാനാവാത്തത് എന്ന് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? സാക്രിഫൈസ് ആണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. Teacher entered the class. She saw a sad face among the children. It was Chester Raccoon. The teacher began to talk to him. Complete the conversation between the teacher and the Chester Raccoon. അപ്പോൾ ടീച്ചറും ചെസ്റ്റർ റക്കൂണും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ കോൺവെർസേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. The little train was full of good things for the boys and the girls who were on the other side of the mountain. It was moving happily along the tracks, but suddenly the train came to a stop. What might be thoughts of the little train? You may use the following questions as hints. അപ്പൊ എന്താണ്? ഒരു മൗണ്ടെയിൻ, ആ മലയുടെ അപ്പുറത്തുള്ള ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നിറച്ചതായിരുന്നു എന്ത്? ആ ലിറ്റിൽ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്നാണ് ആ ട്രെയിൻ എന്തായത്? സ്റ്റോപ്പ് ആയി പോയത്. അപ്പൊ ആ ലിറ്റിൽ ട്രെയിനിന്റെ എന്താണ് തോട്ട്സ് എന്തായിരിക്കും? അപ്പൊ താഴെ കുറെ ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ആ ലിറ്റിൽ ട്രെയിനിന്റെ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇതിനകത്ത് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്ത് എഴുതാനാണ്? ഒരു സ്റ്റോറി എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം.
റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാർക്ക് ദാറ്റ് ജസ്റ്റ് റെക്കോൺ വിസിറ്റഡ്. ഡ്രോ ദ പിക്ചർ ആറ്റ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. എന്താണ്, ജസ്റ്റ് റെക്കോൺ വിസിറ്റ് ചെയ്തൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ ആ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറിൽ മിസ്സായിട്ടുള്ള പിക്ചേഴ്സും ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ചിത്രം വരച്ച് കൊടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്കിൽ എന്തൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് ചെടികൾ, പൂക്കൾ, ബട്ടർഫ്ലൈസ്, അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ടാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ആക്ടിവിറ്റി നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് കുറേ മിസ്റ്റേക്കുകളുണ്ട്. ഓൺ 10th May 1993 എ ഗേൾ യങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ ഗേൾ യങ് വരില്ല, പകരം എന്താണ്, എ യങ് ഗേൾ എന്നാണ് പറയേണ്ടത്. ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി. ഡിക്കി എന്ന് പറയുന്നത് ഒരു നെയിമാണ്. അപ്പോൾ അത് സ്മോൾ ലെറ്ററിലല്ല വരേണ്ടത്, പകരം എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി അല്ല വരേണ്ടത്, പകരം എന്താണ്, ഷീ എന്നാണ് വരേണ്ടത്. ബിക്കം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ അല്ല വരേണ്ടത്, പകരം എന്താണ്, ഇൻ എന്നാണ് വരേണ്ടത്. ദ വേൾഡ് ടു ക്ലൈംബ്. ക്ലൈംബിൻ്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ മിസ്റ്റേക്ക്, CLIMB ആണ് വരുന്നത്. ദ എവറസ്റ്റ്. അപ്പം ഇത്രയാണ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു.